ഹലോ കൂട്ടുകാരെ, നമ്മൾ ദീപാവലി ആഘോഷിക്കാൻ. പക്ഷെ എന്തിനാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്? അതൊരു കഥയാണ്, ഞാൻ പറയാം. ഭൂമിദേവിയുടെ മകനായ നരകാസുരൻ ക്രൂരകൃത്യങ്ങൾ ചെയ്തു പോകുന്നു. അപ്പോൾ ദേവലോകം ഭരിക്കണമെന്ന ആഗ്രഹം നരകാസുരനുള്ളിൽ വന്നു. അപ്പോൾ ദേവന്മാർ മരണമില്ലാത്തവരാണ്. അപ്പോൾ ദേവന്മാർ എനിക്ക് മരണമില്ലാത്തവരാവണമെന്ന ആഗ്രഹം നരകാസുരൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ നരകാസുരൻ ബ്രഹ്മാവിനെ ധ്യാനിച്ചു. ബ്രഹ്മാവ് പ്രത്യക്ഷനായി. അപ്പോൾ ബ്രഹ്മാവിനോട് ചോദിച്ചു, എനിക്ക് മരണമില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ ബ്രഹ്മാവ് സമ്മതിച്ചില്ല. ഭൂമിയിൽ ജനിക്കുകയാണെങ്കിൽ മരണവും വേണം. അപ്പോൾ ബ്രഹ്മാവ് ദേവന്മാരുടെ ഭാഗത്താണ്. അപ്പോൾ നരകാസുരൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാതാവിൻ്റെ കൈകൊണ്ട് മാത്രമേ മരണപ്പെടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ ആവട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് പോയി. ദേവലോകത്തേക്ക് നരകാസുരൻ സൈന്യവും പോയി. ദേവന്മാരെയൊക്കെ അടിമകളാക്കി. ദേവേന്ദ്രൻ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടു. വിഷ്ണുദേവന്റെ അടുത്ത് സഹായം അർപ്പിച്ചു. വിഷ്ണുദേവൻ പറഞ്ഞു, എൻ്റെ അവതാരമായ കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലു. കൃഷ്ണന്റെ ഭാര്യയായ സത്യഭാമ ഭൂമിദേവിയുടെ അവതാരമാണല്ലോ എന്ന് പറഞ്ഞ് ദേവേന്ദ്രൻ അവിടേക്ക് പോയി. അപ്പോൾ കൃഷ്ണനോട് എല്ലാ കാര്യവും ദേവേന്ദ്രൻ പറഞ്ഞു. ദേവേന്ദ്രൻ സത്യഭാമയെ വിളിച്ചു. അപ്പോൾ സത്യഭാമയും കൃഷ്ണനും കൂടി യുദ്ധത്തിലിറങ്ങി. യുദ്ധം നടന്നു. അപ്പോൾ സത്യഭാമയുടെ ക്രോധം കണ്ട് കൃഷ്ണൻ തല കറങ്ങുന്ന പോലെ അഭിനയിച്ചു. അപ്പോൾ എൻ്റെ സ്വാമിയെ നീ എന്തുവാണ് ചെയ്തതെന്ന് പറഞ്ഞ് അമ്പെടുത്തു ഇങ്ങനെ ചെയ്തു. അപ്പോൾ നരകാസുരൻ മരണപ്പെട്ടു. അപ്പോൾ കൃഷ്ണൻ എഴുന്നേറ്റു. ഞാൻ എന്തുവാണ് ചെയ്തത്? ഞാൻ എൻ്റെ പുത്രനെ വധിച്ചു. നരകാസുരന് മനസ്സിലായി അത് സ്വന്തം മാതാവാണ്. ഇത് ഭൂമിദേവിക്ക് പ്രമാണങ്ങൾ പറഞ്ഞു കൃഷ്ണൻ. ഭൂമിദേവി ഞങ്ങൾക്ക് വേണ്ടി വലിയ ത്യാഗമാണ് ചെയ്തത്. സ്വന്തം മകനെ കൊന്നു. ഇതിൻ്റെ ആഘോഷമായി നരകാസുര ചതുർത്ഥിയായിട്ട് ഇന്ന് എല്ലാ വീട്ടിലും ദീപം കത്തിച്ച് ആഘോഷിക്കും. കൂട്ടുകാരെ, ഇങ്ങനെയാണ് ദീപാവലി ഉണ്ടായത്.